ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുമീസ് വ്ലോഗ്. ഇന്ന് അവിടെ കാണിക്കുന്നത് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടാ. ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് കൂർക്ക വെച്ചിട്ടാണ്. കൂർക്ക ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള കൂർക്ക തന്നെയാണ് കേട്ടോ, നാടൻ കൂർക്കയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ കൂർക്ക പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് വെച്ചിട്ട് കറി തയ്യാറാക്കിയാലോ എന്നുള്ളത്. അപ്പൊ ഞാൻ കുറച്ച് കൂർക്ക എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് പരിപ്പ് വാഷ് ചെയ്തിട്ട് അതും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂർക്കയും വാഷ് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പൊ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നന്നായിട്ട് തന്നെ വേവിച്ചിട്ട് 2 വിസിലടിച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് വെന്ത് വന്ന കൂർക്കയിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് പതഞ്ഞ് വരണം. പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒന്ന് താളിച്ചൊഴിക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ചട്ടിയിലേക്ക്. അതിലേക്ക് ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് താളിച്ചൊഴിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ അടുത്ത് വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ മുളക് പൊടി ഇട്ടത്. നിങ്ങളുടെ അടുത്ത് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടാ. അപ്പൊ കറിയുടെ പണി പെട്ടെന്ന് കഴിഞ്ഞില്ല. അപ്പൊ ഇത്ര ഉള്ളോട്ടാ, നമ്മൾ കൂർക്ക വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടത്. ഇതുപോലെ ഒരു കറിയും ഉണക്കമീനും ഉണ്ടെങ്കിൽ ഊണിന് പിന്നെ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. അടിപൊളി കറിയാണ് കേട്ടാ. അപ്പൊ ഇപ്പൊ കൂർക്കയുടെ സീസൺ ആണല്ലോ, അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടാ. കൂർക്ക വെച്ച് തയ്യാറാക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇത് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടാ. നല്ലൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്